സംസ്ഥാന ബജറ്റിലെ അവഗണനയിൽ പ്രതിഷേധിച്ച് മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ തിങ്കളാഴ്ച മുതൽ അനിശ്ചിതകാല OP ബഹിഷ്കരണത്തിലേക്ക് പോവുകയാണ്. 10 വർഷം മുൻപുള്ള ശമ്പള പരിഷ്കരണ കുടിശ്ശിക പോലും തീർക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ലെന്നാണ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ കുറ്റപ്പെടുത്തുന്നത്. കോവിഡ് കാലത്ത് പോരാളികളെന്ന് വിളിച്ചവ തന്നെ ഇപ്പോൾ ഡോക്ടർമാരുടെ സേവന സന്നദ്ധതയെ ചൂഷണം ചെയ്യുകയാണ്. 2500ഓളം വരുന്ന ഡോക്ടർമാർ സർക്കാരിന് ഒരു വലിയ വോട്ട് ബാങ്ക് അല്ലാത്തതിനാലാണ് നിരന്തരം അവഗണിക്കപ്പെടുന്നതെന്നും KGMCTA സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ റോസ്നാര ബീഗം റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഞങ്ങളുടെ ശമ്പള പരിഷ്കരണ കുടിശ്ശിക 10 വർഷം മുന്നേ ഉള്ള സാധനമാണ്. 2016, അതായത് അത് കഴിഞ്ഞ് 2 ബജറ്റാണ്. ഇത് എത്രയായി 10ാമത്തെ ബജറ്റായിരിക്കാം. പക്ഷേ ഇതിലൊന്നും ഞങ്ങളുടെ ശമ്പള പരിഷ്കരണ കുടിശ്ശികയ്ക്കോ അതിനുള്ളൊരു പരിഹാരമോ ഒന്നും തന്നെ വന്നിട്ടില്ല. ഞങ്ങൾ ഒരു 2500ഓളം ഡോക്ടർമാരോ അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബക്കാരോ ഒക്കെ കൂടി ചേർന്നാൽ പോലും ഒരു വ്യത്യാസം ഉണ്ടാവില്ല എന്നുള്ളൊരു തോന്നലായിരിക്കാം. പക്ഷേ ഇത്രയും മെഡിക്കൽ കോളേജിൽ എന്തുമാത്രം സ്റ്റുഡൻസും കൂടെ പഠിക്കുന്നുണ്ട്. ഈ സ്റ്റുഡൻസ് എല്ലാം 18 വയസ്സ് കഴിഞ്ഞവരാണ് ഇവിടെ വരുന്നവരും. അപ്പോൾ ഇവരും എല്ലാം ഇതിപ്പം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, ഇത് എന്ത് അവഗണന കാണിച്ചാലും ഈ ആശുപത്രികൾ നടന്നു പോകുന്നുണ്ട് അല്ലേ. ഇവിടെ ജനത്തിന് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും വരാറില്ല. കാരണം ഞങ്ങൾ പഠിച്ചത് അതാണ്. അപ്പോൾ ഞങ്ങളുടെ എത്തിക്സ് വിട്ട് ഞങ്ങൾ ചെയ്യില്ല എന്നുള്ളൊരു ഉറപ്പാണ്. അപ്പോൾ അത് ഞങ്ങൾ ചൂഷണം ചെയ്യുകയാണ് ശരിക്കും പറഞ്ഞാൽ. അരുൺ സോളമനാണ് ചെയ്ത വിശദാംശങ്ങളുമായി. അരുൺ, ശമ്പള പരിഷ്കരണം ഉൾപ്പെടെ ആവശ്യപ്പെട്ടുകൊണ്ട് KGMCTA ദീർഘകാലമായി സമരത്തിലാണ്, അല്ലെങ്കിൽ പ്രതിഷേധങ്ങളിലാണ്. 2 ബജറ്റ് കഴിഞ്ഞിട്ടും പരിഗണിച്ചില്ല എന്നതാണ് ഇപ്പോൾ അവരുടെ പരാതി. വിനീത, കഴിഞ്ഞ ദിവസത്തെ സംസ്ഥാനത്തെ ബജറ്റ് അത് അവസാനത്തെ ബജറ്റ് കൂടിയായിരുന്നു. അതിൽ വലിയ പ്രതീക്ഷയായിരുന്നു KGMCTA വച്ചിരുന്നത്. പക്ഷേ ആ പ്രതീക്ഷ അസ്തമിച്ചു എന്നുള്ളതാണ് KGMCTയുടെ സംസ്ഥാന നേതൃത്വം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന മെഡിക്കൽ കോളേജ് കവാടത്തിന് തൊട്ടടുത്തുള്ള സൂപ്രണ്ട് ഓഫീസിന് അടുത്താണ്. ഇവിടെ ഇപ്പോഴും ഈ സമരപ്പന്തലിൽ നിരാഹാര സമരത്തിലേക്ക് ഡോക്ടർമാർ കടന്നുപോയിട്ട് ഇപ്പോൾ 3-4 ദിവസങ്ങൾ പിന്നിടുകയാണ്. ഈ വിഷയത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് വിനീത സൂചിപ്പിച്ചതുപോലെ തന്നെ 7 മാസത്തോളമായി ഈ ഒരു പ്രശ്നമായി നിരന്തരമായിട്ട് ആരോഗ്യവകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ ധനവകുപ്പ് മന്ത്രിയുമായിട്ട് നിരന്തരം ചർച്ച നടത്തി. ചർച്ചകളെല്ലാം പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് OP ബഹിഷ്കരണത്തിന് പുറമെ ഇപ്പോൾ അധ്യാപന ബഹിഷ്കരണവും അതിനപ്പുറം ഇപ്പോൾ അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് ഡോക്ടർമാർ കടന്നിരിക്കുന്നത്. സംസ്ഥാനത്തെ 13 മെഡിക്കൽ കോളേജിലെയും ഡോക്ടർമാർ ഇപ്പോൾ ഈ സമരപ്പന്തലിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കഴിഞ്ഞ ദിവസത്തെ സംസ്ഥാന ബജറ്റിൽ ആരോഗ്യവകുപ്പിന് മാത്രം 2500 കോടി രൂപയാണ് മാറ്റിവെച്ചത്. പക്ഷേ ആ പൈസ പോലും നിലവിലുള്ള കടങ്ങൾ വീട്ടി വീണ്ടും ഒരു കടക്കണിലേക്ക് നീങ്ങുമെന്നുള്ളതാണ് നിലവിൽ സംസ്ഥാനത്തെ ഈ KGMCTയുടെ സംസ്ഥാന അധ്യക്ഷ കൂടിയായിട്ടുള്ള റോസ്നാര ബീഗം പങ്കുവച്ചിരിക്കുന്നത്. നിലവിൽ സംസ്ഥാനത്ത് തന്നെ കാത്ത് ലാബ് അടക്കമുള്ള സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും ഇവിടെ ഒന്നും തന്നെ മതിയായിട്ടുള്ള ഡോക്ടർമാരോ ടെക്നീഷ്യന്മാരോ ഇല്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഉടനകം ഈ സമരത്തിൽ ഒരു അനുകൂലമായിട്ടുള്ള നിലപാട് ആരോഗ്യവകുപ്പ് മന്ത്രി എടുത്തേ മതിയാകൂ എന്നുള്ളതാണ്. അല്ലെങ്കിൽ തിങ്കളാഴ്ച മുതൽ അനിശ്ചിതകാല OP ബഹിഷ്കരണത്തിലേക്ക് നീങ്ങുമെന്നാണ് നിലവിൽ KGMCT വ്യക്തമാക്കിയിരിക്കുന്നത്. വിനീത.